വിശദമായ വാർത്തകളിലേക്ക്. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട. സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായും കളക്ടർ പറഞ്ഞു. ജില്ലയിലാകെ 1076 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാകുന്നത്. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് സമയം. നിലവിലാകെ 8,03,701 വോട്ടർമാരാണുള്ളത്. ഇതിൽ 4,06,891 സ്ത്രീകളും 3,96,802 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. വോട്ടർമാരിൽ 50.62% സ്ത്രീകളും 49.37% പുരുഷന്മാരുമാണ്. ജില്ലയിലാകെ 1076 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സമ്മതിദാനാവകാശം ഉറപ്പുവരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകർ, ചെലവ് നിരീക്ഷകർ, പോലീസ് നിരീക്ഷകർ എന്നിങ്ങനെ നിയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളായി ജില്ലയിലെ വോട്ടിംഗ് ശതമാനം മികച്ച നിലയിൽ എത്തിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാതരം വോട്ടർമാരും കൃത്യമായിട്ട് പങ്കെടുത്ത് അത് അങ്ങേയറ്റം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചില റിമോട്ട് ഏരിയാസ് അതുപോലെ തന്നെ അർബൻ മേഖലകളിലൊക്കെ കുറച്ച് പുറകിലാണുള്ളത്. ഇപ്രാവശ്യം അത്തരം മേഖലകളിൽ നമ്മൾ കൂടുതൽ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വത്തിലും നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയമുള്ള വോട്ടർമാരും ഇക്കാര്യത്തിൽ സഹകരിക്കണം. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഇടുക്കി പൈനാവ് MRS സ്കൂളിലും, ദേവികുളം മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, പീരുമേട്ടിലേത് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമാവും നടക്കുക. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.